ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഒരു സെഗ്മെൻറ്റ് കൂടി ഈ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരു ചോദ്യം ഒരു ഉത്തരം എന്നാണ് ഈ സെഗ്മെൻറ്റ് പേര്. ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങൾക്ക് കമൻറ്റ്സും ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത്തരം സെഗ്മെൻറ്റുകൾ ഇനിയും ഞങ്ങൾ കൊണ്ടുവരികയുള്ളൂ. അതായത് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന് പറയുന്ന ഈ സെഗ്മെൻറ്റ് ഇനിയും ഞങ്ങൾ ഇതുപോലെ ഓരോ വീഡിയോസായിട്ട് ഞങ്ങൾ കൊണ്ടുവരികയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും പറയുക. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് നിർത്താവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ വേഗത വർദ്ധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ വേഗത വർദ്ധിക്കും. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫോണിൻ്റെ റാം ആണ്. നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനുകളായിരുന്നാലും ശരി, പ്രോസസ്സിങ്ങായിരുന്നാലും ശരി, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മുടെ ഫോണിന് റാം ആവശ്യമാണ്. ഇത്തരം റാമുകൾ ഫുള്ളാവുന്നത് കൊണ്ടാണ്, അതായത് ഒരുപാട് ആപ്ലിക്കേഷനുകളും ഒരുപാട് പ്രോസസ്സിങ്ങും നമ്മുടെ ഫോണിൽ താങ്ങാനാവുന്നതിലും അധികം വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഫോണിൽ ലാഗിങ്, ഹാങ്ങിങ്, ഹീറ്റിംഗ് തുടങ്ങിയ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നത്. അത്തരം സമയങ്ങളിൽ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുകയാണെങ്കിൽ, അതായത് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളായിരുന്നാലും പ്രോസസ്സിങ്ങിനായിരുന്നാലും ശരി, അത് സ്റ്റോപ്പ് ആവുകയും അത് മുഖേന നമ്മുടെ ഫോണിൻ്റെ റാം സ്പേസ് കൂടുതൽ കിട്ടുന്നത് കാരണം നമ്മുടെ ഫോൺ നല്ല രീതിയിൽ തന്നെ സ്പീഡായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ് അർജുൻ.